നമസ്കാരം, തയ്യൽ ഗുരുവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 36 ഇഞ്ച് ബ്ലൗസാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അത് ക്രോസ് പീസിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. പതിവ് പോലെ നമ്മൾ ആദ്യം ഇങ്ങനൊരു വര വരയ്ക്കുക. ആദ്യം ഇതുപോലെ വരച്ചിട്ട് ഹൈറ്റ് മാർക്ക് ചെയ്യണം. ബ്ലൗസിൻ്റെ ലെങ്ത് ഇതിന് 14 ഇഞ്ച് മതി. 14 ഇഞ്ച് ഹൈറ്റ്, 1/2 ഇഞ്ച് ഷോൾഡർ. ഓക്കെ, 14 ഇഞ്ച് ഹൈറ്റ്, ബ്ലൗസിൻ്റെ ലെങ്ത് 14 ഇഞ്ച്, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ഇട്ടിട്ട് നമ്മളിതുപോലെ നേരെ വരയ്ക്കണം. ഇതുപോലെ നേരെ വരയ്ക്കണം. ഇതിപ്പോൾ നമ്മൾ എത്രയാണ്? 36 ഇഞ്ചിൻ്റെയാണ് നമ്മൾ ബ്ലൗസ് തയ്ക്കുന്നത്. അപ്പം 36 ഇഞ്ചിന് നമുക്ക് റെഡി അളവ്, കഴുത്തകലം റെഡി അളവ് വരുന്നത് 3 ഇഞ്ചാണ്. റെഡി അളവ് വരുന്നത് 3 ഇഞ്ച്. ഷോൾഡർ 2.5 ഇഞ്ച്, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? നമുക്ക് 6 ഇഞ്ച് കിട്ടി അല്ലേ? ടോട്ടൽ നമുക്ക് 6 ഇഞ്ച് കിട്ടി. അതേ 6 ഇഞ്ച് നമ്മൾ ഇവിടെയും അതേ 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അതേ 6 ഇഞ്ച് മാർക്ക് ചെയ്തു. സെൻറ്ററിൽ ഒരു 3 ഇഞ്ച് നമുക്ക് കൈപ്പിടി ഷേപ്പിന് വേണ്ടിയിട്ട് ഇവിടെയും 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് നമുക്ക് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിതൊരു എൽ ഷേപ്പിൽ അങ്ങ് വരയ്ക്കുക. ഓക്കെ, ഇതുപോലെ നേരെ അങ്ങ് വരച്ച്. ഇനി നമുക്ക് വേണ്ട എന്താണ്? ചെസ്റ്റ് റൗണ്ടാണ് അല്ലേ? ചെസ്റ്റ് റൗണ്ട് എത്രയാണ്? 36 പ്ലസ് 4 ഇഞ്ച് കൂട്ടി എത്ര? 40. അതിൻ്റെ 4/1 എത്രയാണ്? അതിൻ്റെ 4/1 10 ഇഞ്ച് അല്ലേ? അതിൻ്റെ 4/1 10 ഇഞ്ച്. ഇതും ലൈനിങ് ഇല്ലാത്ത ബ്ലൗസാണ്. ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആവുകൊണ്ട് നമുക്ക് 10 ഇഞ്ച് എടുക്കണ്ട, 4 ഇഞ്ച് കുറച്ച് നമുക്ക് 9.25 എടുക്കാം. ഓക്കെ, 4 ഇഞ്ച് കുറച്ച് 9.25. എന്നിട്ട് 2 ഇഞ്ചോ 1 ഇഞ്ചോ തയ്യൽ തുമ്പ്, 1.5 ഇഞ്ചോ നമുക്ക് തയ്യൽ തുമ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ എത്രയാണ് മാർക്ക് ചെയ്ത്? 9.25 മാർക്ക് ചെയ്തത്. അതേ 9.25 നമ്മളിവിടെ വേസ്റ്റിൻ്റെ എവിടെയും മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അതേ 9.25 നമ്മളിവിടെ വേസ്റ്റിൻ്റെ എവിടെയും മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ നേരെ നമ്മളൊന്ന് വരയ്ക്കുക. വരച്ചിട്ട് ഒരു സ്കെയിലിൻ്റെ അളവിന് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം ഇതുപോലെ. ഓക്കെ, എന്നിട്ട് ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്നൊരു 1.25 ഇഞ്ച് ഇങ്ങനെ നേരെ 1.25 ഇഞ്ച് എവിടെ വരുന്നോ അവിടെ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ 3 ഇഞ്ച്, ഇവിടെ നിന്ന് ഈ തയ്യൽ തുമ്പ് ഇവിടെ ഇല്ലേ, ഇവിടെ നിന്ന് ഇതിലോട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ബാക്ക് നെക്ക് അല്ലേ? ബാക്ക് നെക്ക് ഇത് വന്നിട്ട് 8 ഇഞ്ച് മതി. ഇവർക്ക് 8 ഇഞ്ച് മതി. 8 ഇഞ്ച് ലെങ്ത് ബാക്ക് നെക്ക്. ഇവിടെ നമ്മൾ റെഡി അളവ് എത്രയാണ്? 3 ഇഞ്ച്. ആ 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരയ്ക്കണം. ഇതുപോലെ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കഴുത്തിൻ്റെ റൗണ്ട് വരച്ചു കൊടുത്തു. ഇത് ഞാൻ പറഞ്ഞു, ഇത് റെഡി അളവാണ്. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നമ്മൾ വെട്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇത് തയ്ച്ചെടുക്കാൻ, വെട്ടിയെടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ബാക്ക് പാർട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും വെട്ടിയതിന് ശേഷം, ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വെട്ടിയെടുക്കാം. ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് അവിടെ വരെ 9.25 മാർക്ക് ചെയ്ത വരെ കറക്റ്റ് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ തയ്യൽ തുമ്പ് എക്സ്ട്രാ ആയിട്ടില്ലേ, അവിടെ എത്തുമ്പോൾ ഒരു 4 ഇഞ്ച് താഴോട്ട് ഇങ്ങനെ ചരിച്ചത് കേട്ടോ. അത് നമുക്ക് കക്ഷത്തിൻ്റെ അവിടെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവിടെ ഒരു നോച്ചസ് കൊടുക്കുക, ഇവിടെയും ഒരു നോച്ചസ് കൊടുക്കുക. ബാക്ക് പാർട്ട്. ഇനി നമ്മൾ ക്രോസ് പീസല്ലേ, ക്രോസ് സ്റ്റിച്ചിങ് അല്ലേ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ആദ്യം ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് കൈയാണ്. കൈ വെട്ടി മാറ്റാം. കൈ വെട്ടി മാറ്റി എടുത്തിട്ട് നമുക്ക് ക്രോസ് വെട്ടാം. അപ്പോൾ ഇതിലും നമ്മൾ കൈയിൻ്റെ താഴെ ലെവൽ ചെയ്യാനായിട്ട് മാർക്ക് ചെയ്തിട്ട് മടക്കിയടിക്കാനുള്ള ഭാഗവും നമ്മൾ മാർക്ക് ചെയ്യുക. 1-1.5 ഇഞ്ച് നമുക്ക് എത്ര വീതി വേണോ അത് നമുക്കിടാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലെങ്ത് 8 ഇഞ്ചാണ്. സ്ലീവ് കൈ നീളം 8 ഇഞ്ചാണ്. ആ 8 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ഇഞ്ച് കൂടെ, അപ്പോൾ 8.5. അതേ 8.5 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഇത് ഞാൻ തയ്ക്കുമ്പോഴത്തേക്കാണ് ബാക്കി ഷേപ്പൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതിങ്ങനെ വെട്ടി മാറ്റി ഇത് കൈക്കായി. ഓക്കെ, ഇനി പോയിട്ട് വരുന്ന കൈയും വെട്ടി മാറ്റി നമ്മൾ ബാക്ക് മാറ്റി. ഇനി വരുന്നത് എന്തോന്നാണ്? ഇനിയാണ് നമ്മൾ ക്രോസ് പീസ് എടുക്കുന്നത്. നമ്മൾ ക്രോസ് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ബാക്ക് പാർട്ട് ഉണ്ടല്ലോ, ഈ ബാക്ക് പാർട്ട് നമുക്കിത് ഇങ്ങനെയൊക്കെ വെച്ച് നോക്കണം. കറക്റ്റ് ക്രോസ് ആയിട്ട് വേണം വെച്ചെടുക്കാൻ. ഇവിടെ നമുക്ക് തുണി തികയത്തില്ല അല്ലേ? അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പീസിനെ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊക്കെ നോക്കണം കേട്ടോ. നമുക്ക് എങ്ങനെ ഇട്ടാലാണ് നമുക്ക് കറക്റ്റ് ശരിയാകുന്നതെന്നുള്ളത്. നമ്മുടെ ഈ കഴുത്തകലുണ്ടല്ലോ, ഈ എക്സ്ട്രാ മാർക്ക് ചെയ്തില്ലേ, ഇത് കൂടെ വരത്തക്ക രീതിയിൽ നമുക്കിങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് എവിടെയാണോ നമുക്ക് കറക്റ്റ് എല്ലാ പീസും വരുന്നത് അത് വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, കറക്റ്റ് ഇങ്ങനെ ഇതുപോലെ ക്രോസ് ആയിട്ട് വെക്കണം. ബാക്ക് പാർട്ട് ഇതുപോലെ ഈ ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഷോൾഡറിൻ്റെ ഭാഗമാണ് ഇവിടെ ക്രോസ് ആയിട്ട് വരാനുള്ളത്. അങ്ങനെ വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? മാർക്ക് ചെയ്യാനുള്ളത്. എന്നിട്ട് ഇതുപോലെ കറക്റ്റാണ് മാർക്ക് ചെയ്യണം. ഇതുപോലെ മാർക്ക് ചെയ്യുമ്പോൾ ഈ തയ്യൽ തുമ്പുണ്ടല്ലോ ഇവിടെ, ഇതിങ്ങനെ കറക്റ്റാണ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കിൽ ആം ഹോള് ഞാൻ പറഞ്ഞു, ഈ ആം ഹോള് വരുമ്പോൾ ഇവിടെ ഇതേ സെയിം അല്ല, കുറച്ച് ഒരു 1/2 ഇഞ്ച് കൂടെ നമ്മൾ എക്സ്ട്രാ വിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? വെട്ടാനായിട്ട്. എക്സ്ട്രാ വിട്ട് വെട്ടണം. ഇവിടെ ഈ നോച്ചസിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു വര കൊടുക്കുക, ഇവിടെ ഒരു വര കൊടുക്കുക. ഓക്കെ, ഇനി കഴുത്തിൻ്റെ അവിടെ ഇതുപോലെ നേരെ വര കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ബാക്ക് പാർട്ടിനെ എടുത്ത് നമ്മൾ ബാക്കി വന്ന പീസിൽ ക്രോസ് ആയിട്ട് ഇങ്ങനെ വച്ചതിന് ശേഷം നമ്മളിതെല്ലാം കറക്റ്റായി ഇതുപോലെ വരച്ച് മാർക്ക് ചെയ്യണം. ആം ഹോളിൻ്റെ അവിടെ വരുന്നിടത്ത് 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഈ ബാക്ക് പീസ് വെട്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഈ പീസ് നമുക്ക് വേണം. ഇനി നമുക്ക് എന്താണ്? ഇതിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യണം അല്ലേ? നെക്ക് ലെങ്ത് മാർക്ക് ചെയ്യണം. നെക്ക് ലെങ്ത് എത്രയാണ്? 6.5 ഇഞ്ച് മതി. 6.5 ഇഞ്ച് മതി നെക്ക് ലെങ്ത്. അപ്പോൾ ഇവിടെ നമുക്ക് റെഡി അളവ് 3 അല്ലേ? അപ്പോൾ നമുക്കിവിടെ 3.5 എടുക്കാം അല്ലേ? 3.5. ഇവിടെ 3.5. എന്നിട്ട് ഇതിന്ന് ഇതിലോട്ടൊന്ന് ചരിച്ച് വരയ്ക്കണം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ അങ്ങ് കഴുത്തിൻ്റെ ഷേപ്പ് കൊടുക്കുക. ഷേപ്പ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഡോട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യണം അല്ലേ? ഡോട്ടിൻ്റെ ലെങ്ത് എത്രയാണ്? ഇതിന് എനിക്ക് 13.5 ഇടുന്നതേ ഉള്ളൂ കേട്ടോ. വലിയ ഹൈറ്റ് ഒന്നുമില്ല. 13.5 ഇഞ്ച് ഡോട്ട് മാർക്ക് ചെയ്തു. ഇവിടെയും നമ്മളതുപോലെ 13.5 ഇഞ്ച് ഡോട്ട് മാർക്ക് ചെയ്യാം. ഡോട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ വീതി കാണാൻ ഞാൻ പറഞ്ഞല്ലോ, കഴുത്തകലത്തിൻ്റെ റെഡി അളവിൻ്റെ കഴുത്തകലം പ്ലസ് 1 ഇഞ്ച് അല്ലേ? ഇവിടെ 3 ഇഞ്ചാണ്. അപ്പം 3 ഇഞ്ചിൻ്റെ കൂടെ 4 ഇഞ്ച്. അപ്പോൾ ഇത് നമുക്കിവിടെ ഒരു പോയിന്റ് കിട്ടിയത് കണ്ടോ, 4 ഇഞ്ച്. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഈ 13.5 മാർക്ക് ചെയ്തില്ലേ, ഇവിടെ നിന്ന് 2 ഇഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്യണം. 2 ഇഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് 3 കിട്ടി അല്ലേ?
അതേ 3 ഇഞ്ച് നമ്മളിതേ ഇവിടെ ആ നോച്ചസ് ഇട്ട ഭാഗത്ത് ഇവിടെ മാർക്ക് കൊടുത്തിരുന്നുണ്ടോ. അപ്പോൾ അതേ 3 ഇഞ്ച് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മളിതിന് ഷേപ്പ് കൊടുക്കണം. ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എത്രയാണ് എടുത്തത്? 3 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ബെൽറ്റിൻ്റെ ഹൈറ്റും കൂടെ മാർക്ക് ചെയ്തിടണ്ടേ. അപ്പോൾ 3 ഇഞ്ചാകുമ്പോൾ 3.5. ഓക്കെ, ഇതാണ് ക്രോസ് സ്റ്റിച്ചിങ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനെ വെട്ടിയെടുക്കാം. ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ കുഴിച്ച് വെട്ടണം കേട്ടോ. ഇവിടെ നിന്നൊരു 1.5 ഇഞ്ച് വരെ നേരെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ശകലം താഴ്ത്തി ഇവിടുത്തെ തയ്യൽ തുമ്പുണ്ടല്ലോ അതുവരെ. ഓക്കെ, ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ബാക്കായി, ഫ്രണ്ടായി, കൈയായി അല്ലേ. ഇനി ഈ ബാക്കി വരുന്ന ഈ ഭാഗവും ഉണ്ടല്ലോ, ഇത് നമുക്ക് ബെൽറ്റിനെടുക്കാം. നമുക്ക് 2 പീസൊക്കെ കിട്ടിയെങ്കിൽ ബെൽറ്റിന് കൊള്ളാമായിരുന്നു. പക്ഷെ ഇതിന് നമുക്ക് അടിയിൽ വേറെ തുണി വെക്കേണ്ടി വരും കേട്ടോ. കാരണം നമുക്ക് ബാക്ക് പീസ് വേണം, ഹുക്കായി പട്ടി വേണം, ഇത് ബാക്ക് പീസ്. ഹുക്കായി പട്ടിക്ക് ഇവിടെ നിന്ന് എടുക്കാം. നമുക്ക് നീളം തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ജോയിൻ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ജോയിൻ്റ് ചെയ്ത് നമുക്ക് ചേർക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് 36 ഇഞ്ചിൻ്റെ ക്രോസ് സ്റ്റിച്ചിങ് ബ്ലൗസ്. ക്രോസ് സ്റ്റിച്ചിങ് ബ്ലൗസ് പീസ്. സോറി, നാക്കൊക്കെ ഉളുക്കുന്നു. സംഭവം മനസ്സിലായല്ലോ അല്ലേ, ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ളത്. ഓക്കെ, താങ്ക് യു മക്കളെ.